നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് തേർഡ് പാർട്ടി കാരണം നോ കോൺടാക്റ്റിലേക്ക് പോയ റിലേഷൻഷിപ്പ്, അവിടെ ഒരു റീകൺസിലിയേഷൻ പോസിബിൾ ആണോ എന്നാണ് നോക്കാൻ പോകുന്നത്. ഒരാളെന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടുള്ള ക്യാഷ് ഇല്ല, അപ്പോൾ അതുകൊണ്ട് ജനറൽ റീഡിംഗ് എടുക്കുകയാണ് ഞാനതിന്. അപ്പോൾ ഇത് ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്, ഇതിൽ ഏതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ കാർഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുക തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കും. പിന്നെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്. പിന്നെ നോക്കാൻ പോകുന്ന തേർഡ് പാർട്ടി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം നമ്മളൊരു യെസ് ഓർ നോ ആണ്, റീകൺസിലിയേഷൻ പോസിബിൾ ആണോ അല്ലയോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു യെസ് ഓർ നോ നോക്കും. ഈ ഇങ്ങനെ റീകൺസിലിയേഷൻ നടന്നാൽ തന്നെ അത് സക്സസ്ഫുൾ ആകുമോ അല്ലയോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കാർഡ് സെലക്ട് ചെയ്തോളും ഭഗവാനെ. ആദ്യം നമ്മൾ ഓറക്കിൾ മെസ്സേജിൽ നിന്നാണ് തുടങ്ങുന്നത്. ഭഗവാനെ, വേറൊരു ഓറക്കിൾ മെസ്സേജും കൂടെ ഞാൻ ഓറക്കിളും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കാം കാർഡ്സ് എന്താണ് വരുന്നത് കേട്ടോ. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങൾ കാർഡ് സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ആദ്യം നമുക്ക് ഈ ഓറക്കിൾ മെസ്സേജ് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം എന്താണ്, ആരാണ് ഉത്തരവാദി. ചിലപ്പോൾ അതിവിടെ കാണിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് സിറ്റുവേഷൻ. ഇത് ജിപ്സി ഓറക്കിൾ കാർഡ്സ് ആണ്. അപ്പോൾ പണ്ടത്തെ ജിപ്സീസ് യൂസ് ചെയ്തിരുന്ന കാർഡ്സ് ആണ്. അതിനൊക്കെ ഓരോ മീനിങ് ഉണ്ട്. ഇത് കുറച്ചും കൂടെ പേഴ്സണലൈസ്ഡ് ആണ്. നമുക്ക് നോക്കാം നിങ്ങളെ എന്താണ് ഈ സിറ്റുവേഷനെ കുറിച്ച് അറിയേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ശിവ ഓറക്കിൾസിലെ കാർഡ് നോക്കാം കേട്ടോ. ഒരു മെസ്സഞ്ചറാണ്. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളൊരു റൂമർ കേൾക്കാനോ, നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സിറ്റുവേഷനെ കുറിച്ച് കേൾവിയായിരിക്കും. പലരും പറഞ്ഞിട്ട് അറിയുന്നതായിരിക്കാം നിങ്ങൾ ഇതിനെക്കുറിച്ച്. ചിലപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് തേർഡ് പാർട്ടി അറിയില്ലായിരിക്കും, തേർഡ് പാർട്ടിയെ കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ ഒരെണ്ണം വെഡ്ഡിങ്. ചിലപ്പോൾ കല്യാണത്തിൻ്റെ സമയത്ത് ആരുടെയോ കല്യാണം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ ആയിരിക്കാം ഈ പേഴ്സണും ഈ തേർഡ് പാർട്ടിയുമായിട്ട് പരിചയപ്പെട്ടത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ രണ്ട് കാർഡ്സാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അത് കൂടാതെ നമുക്ക് ഭഗവാന്റെ അടുത്ത് ചോദിക്കാം എന്ത് ഓറക്കിൾ മെസ്സേജാണ് നിങ്ങൾക്ക് ഭഗവാൻ തരാൻ പോകുന്നതെന്ന്. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ്. അവരിപ്പോൾ എന്താണ് ഭഗവാനെ അറിയേണ്ടത്. രണ്ട് കാർഡ്സാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒന്ന് തേർഡ് ഐ ചക്ര ബ്ലോക്ക്ഡ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ അറിയാതെ പോകുന്നത്. ചിലപ്പോൾ സിറ്റുവേഷൻ ഭയങ്കര വഷളായതിനു ശേഷമായിരിക്കും നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് തേർഡ് ഐ ചക്ര ബ്ലോക്ക്ഡ് ആണ്. അത് നിങ്ങൾ ക്ലെൻസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക് വയ്ക്കണം. എപ്പോഴും അയ്യോ എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങളുണ്ടെന്ന് പറയാതെ ഈ പ്രശ്നത്തിന് എന്താണ് സൊല്യൂഷൻ, അതാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. എന്താണ് ഇപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി. ഈ പേഴ്സൺ ഇമോഷണലി ഇപ്പോൾ ഭയങ്കര ഡള്ളാണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ ഇമോഷണലി അറ്റ് എ ലോസ് എന്ന് പറയുന്നത് വെച്ചാൽ പോസിറ്റീവ് ഇമോഷൻസ് ഒന്നും ഈ പേഴ്സൻ്റെ മനസ്സിലില്ല. ഇതൊരു ഇമോഷൻസ് അബാൻഡൻ ചെയ്യുന്നതുമാണ്. അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഈ പേഴ്സൺ രായ്ക്ക് രാമൻ എന്നല്ലേ, അതെ, ഇറങ്ങി പോകുകയാണ് ചെയ്തേക്കുന്നത്. രാത്രി ആരോടും പറയാതെ പോയതിൽ ഒരു വിഷമമുണ്ട്. ഇതൊരു കണ്ടോ, ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റും ആണ്. അതുപോലെ തന്നെ ഒരാൾ ഇറങ്ങി പോവാണ് ആരോടും പറയാതെ, രാത്രി സമയത്താണ് പോകുന്നത്. അപ്പോൾ ഇതൊരു എസ്കേപ്പിസം ആവാം. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഈ തേർഡ് പാർട്ടിയുടെ ലൈഫിൽ നിന്നും ഇറങ്ങി പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. അവിടെ ഒന്നും ചിലപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇറങ്ങി പോകണമെന്ന് ചിന്തിക്കുന്നുണ്ടാവാം മനസ്സിൽ. അതാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. അത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, സോഡിയാക് സൈൻ ആണത്.
പോസിറ്റീവ് അപ്രൈറ്റ് കാർഡ്സ് ഉണ്ടോ എന്ന് നോക്കിയതാണ്. ചിലത് അപ്രൈറ്റ്, ചിലത് റിവേഴ്സ് ഒക്കെയാണ് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നോക്കിയതാണ്. മുഴുവൻ റിവേഴ്സ് വന്നാലും കൊള്ളില്ല, മുഴുവൻ അപ്രൈറ്റ് വന്നാലും ശരിയാവില്ല, അപ്പോൾ ആക്യുറേറ്റ് ആവില്ല റീഡിങ്. 10 ഓഫ് കപ്സ് റിവേഴ്സാണ്, 10 ഓഫ് വാൻസ് അപ്രൈറ്റുമാണ്. 10 ഓഫ് കപ്സ് റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ദുരിതമാണ്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെ ദുരിതപരമായ ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്നത്. വളരെയധികം ബേർഡൻസ്, റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ തോളിലുള്ളത്. അപ്പോൾ ഇവിടെ നിന്നും ഈ പേഴ്സൺ ബേസിക്കലി ഒരു എസ്കേപ്പിസ്റ്റ് ആണെന്നാണ് തോന്നുന്നത്. ചില ആളുകളുണ്ട് സിറ്റുവേഷൻ, നമ്മളിപ്പോൾ നമ്മളുമായിട്ടൊരു റിലേഷൻഷിപ്പാണ്, നമ്മളുടെ സിറ്റുവേഷൻ ഒന്ന് വഷളായി കഴിഞ്ഞാൽ ഉടനെ നമ്മളെ ഉപേക്ഷിച്ച് സ്ഥലം വിടുന്ന മുങ്ങുന്നു. കാരണം അവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ റെഡിയല്ല. അങ്ങനെയുള്ളവർ മുങ്ങിക്കളയും. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. കാരണം ഇപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ടുള്ള സിറ്റുവേഷനും കുറച്ച് ബേർഡൻ ആയി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവിടെ നിന്ന് ഒട്ടും ഹാപ്പി അല്ല. പേഴ്സൺ അവിടെ നിന്നും മുങ്ങാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇത് അത്ര നല്ല എനർജി ആണോ നിങ്ങളുടെ പേഴ്സൺ എന്നൊരു ഡൗട്ട് വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആ പേഴ്സൺ എങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല. ഇവിടെ കാണിക്കുന്നത് അത്ര നല്ല എനർജി അല്ല, ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കാൻ കൊള്ളുന്ന എനർജി അല്ല ഈ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? പോസിറ്റീവ്. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഓവർ കമ്മിറ്റഡ് ആണ്. പിന്നെ മാരീഡ് ആണോ? തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സൺ കല്യാണം കഴിച്ചെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ബാലൻസ് കൊണ്ടുവരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും ഈ സിറ്റുവേഷനിൽ ഒരു ബാലൻസ് കൊണ്ടുവരണം. കാരണം രണ്ടുപേരും കല്യാണം കഴിച്ചു, തമ്മിൽ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയെങ്കിലും ഈ റിലേഷൻഷിപ്പ് ഒന്ന് സക്സസ്ഫുൾ ആക്കി എടുക്കണം. ഇത് മറ്റുള്ളവരെ ബോധിപ്പിക്കാനുമാണ്. കാരണം ഇവർ രണ്ടുപേരും എടുത്ത തീരുമാനമാണ് ഒരുമിക്കാനുള്ളത്. മറ്റു റിലേഷൻഷിപ്പിൽ നിന്ന് പോന്നിട്ട് മറ്റുള്ളവരെ ഉപേക്ഷിച്ചിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഞങ്ങൾ സക്സസ്ഫുൾ ആകുമെന്ന പ്രതീക്ഷയിൽ രണ്ടുപേരും കൂടെ ചേർന്നാണ്. പക്ഷേ ഇവിടെ റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. ഇവർ എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് ബാലൻസ് കിട്ടുന്നില്ല, റിലേഷൻഷിപ്പ് നോർമൽ ആകുന്നില്ല. ഇവരുടെ പല പ്രശ്നങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ് ഉള്ള ആളുകളാണ് ഇവരെന്നാണ്. അപ്പോൾ ഇവർക്ക് വേറെ റിലേഷൻഷിപ്പിൽ കുട്ടികളൊക്കെ ഉണ്ടാവാം. മനസ്സിലായോ? ലവേഴ്സാണ്. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ സോൾമേറ്റ് കണക്ഷൻ ആണ്. ഇവർ ലവേഴ്സാണ് കേട്ടോ. പക്ഷേ ഇവിടെ ഒരു പവർ സ്ട്രഗിൾ നടക്കുന്നുണ്ട്. ആരാണ് കൂടുതൽ സ്ട്രോങ് എന്നുള്ളതിൽ ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന പോലെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇവർ തമ്മിലൊരു ബേർഡൻ വരുന്നത്. നിങ്ങളുടെ പേഴ്സണ് മറ്റുള്ളവർ കൺട്രോൾ ചെയ്യുന്ന ഇഷ്ടമല്ലായിരിക്കും. പിന്നെ അതുമല്ല നിങ്ങളുടെ പേഴ്സൺ ഒരു പ്ലെയർ എനർജി, ഒന്നില്ലെങ്കിൽ തേർഡ് പാർട്ടി പ്ലെയർ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ പ്ലെയർ ആണ്. അപ്പോൾ ഇവിടെ എന്താ 5 ഓഫ് പെന്റക്കിൾസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ 5 ഓഫ് പെന്റക്കിൾസ് ഇപ്പോൾ തേർഡ് പാർട്ടി പ്ലെയർ എനർജി ആണെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ചതിൽ നിങ്ങളുടെ പേഴ്സണ് വിഷമമുണ്ട്. കാരണം ഇവിടെ തേർഡ് പാർട്ടി ഈ പേഴ്സന്റെ കൺട്രോളിൽ നിൽക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ തേർഡ് പാർട്ടി പിന്നെയും പ്രഗ്നൻ്റ് ആണ്. അപ്പം ഇതിൻ്റെതായ കുറേ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇവർ വിവാഹം കഴിക്കേണ്ടി വന്നതും നിങ്ങളുമായിട്ട് അകലേണ്ടി വന്നതും. ജെമിനായി സ്ട്രോങ് ആണ് ഇവിടെ, ഏരീസ്, ലീബ്ര, ഇത്രയും സോഡിയാക് സൈൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇതാണ് തേർഡ് പാർട്ടിയുടെ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇവർക്ക് ഒരു അൺബയസ്ഡ് ജഡ്ജ്മെന്റ് നടത്താൻ പോവുകയാണ്. ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരുന്നിട്ട് ഒന്ന് തീരുമാനമെടുക്കണം. ഈ പേഴ്സൺ ഒന്ന് ചിന്തിക്കുന്നുണ്ട്, ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന്. ഇപ്പോഴാണ് ബോധം വന്നത്. മനസ്സിലായി? ചെയ്ത് കൂട്ടിയ കാര്യങ്ങളിൽ ഒരു കുറ്റബോധമൊക്കെ വരുന്നത് ഇപ്പോഴാണ്. അത് ചെയ്തത് ശരിയായില്ല. പക്ഷേ ഇത് നിങ്ങളുടെ പേഴ്സൺ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങൾ ഇങ്ങനത്തെ, നിങ്ങൾ ഈ പേഴ്സണ് മുഖം തിരിച്ച് ഒരു കാര്യത്തിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യില്ല. ഈ പേഴ്സണ് ഒരു റെസ്പെക്റ്റ് ഇല്ല. നിങ്ങൾ ഈ പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യുന്നു. ഈ പേഴ്സൺ പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേൾക്കാറില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ പേഴ്സണോട് മുഖം തിരിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പേഴ്സൺ വേറെ റിലേഷൻഷിപ്പ് അന്വേഷിച്ച് പോയതെന്നാണ്. ചിലപ്പോൾ ഇതൊരു എക്സ്ക്യൂസ് ആയിരിക്കാം. ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ദേഷ്യം കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതൊരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള
ഒരു എക്സ്ക്യൂസ്, ഒരു റീസൺ ആവാൻ പറ്റില്ലല്ലോ. ഇതൊരു എക്സ്ക്യൂസ് ആണ് നിങ്ങളുടെ പേഴ്സൺ തരുന്ന. കുറ്റബോധമുണ്ട് പേഴ്സൺ, ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം നിങ്ങളോട് എപ്പോഴും ഫീലിങ്സ് ഉള്ള ഒരാളാണ്. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം ഇപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ നിങ്ങളോടുള്ള സ്നേഹം ഈ പേഴ്സണ് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഈ പേഴ്സൺ വളരെ പ്ലാനിങ്ങോട് കൂടിയാണ് തേർഡ് പാർട്ടിയുടെ ലൈഫിലേക്ക് പോയത്. ഇവിടെ സ്കോർപ്പിയോ ഉണ്ട്, സാജിറ്റേറിയസ് ഉണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിംഗ്. ഒരു കുറ്റബോധമുണ്ട്, പക്ഷെ അത് റീസൺ ചെയ്യാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ നിങ്ങളെ ഉപേക്ഷിച്ച് പോയെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഉദ്ദേശം എന്താണ്? തേർഡ് പാർട്ടി ഭയങ്കര പവർഫുൾ ആണ്. ഈ പേഴ്സണെ കൺട്രോളിൽ നിർത്താനുള്ള ഒരു കഴിവുണ്ട് തേർഡ് പാർട്ടിക്ക്. വളരെ നോളജബിൾ ആണ്, ഇഷ്ടംപോലെ പണമുണ്ട്, വളരെ പവർഫുൾ ആണ് ഈ എനർജി. വെർഗോ പൈസസ് ആണ്. അതുപോലെ നിങ്ങളുടെ പേഴ്സണെ അങ്ങനെ അവർ ഇറിറ്റേറ്റ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ ഇത്തിരി വീക്ക് ആവുമ്പോൾ നമ്മൾ ആ പേഴ്സൺ സക്സസ്ഫുൾ ആകണം എന്ന് വെച്ചിട്ട് പോസിറ്റീവ് കാര്യം കൊണ്ടിട്ടാണ് നമ്മൾ ആ പേഴ്സണെ മോട്ടിവേറ്റ് ചെയ്യാനാണ്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തഡ്, നമ്മളെപ്പോഴും ദേഷ്യപ്പെടാം, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ അങ്ങനെ, ഇത് എങ്ങനെ വരുള്ളൂ എന്നൊക്കെ നമ്മൾ പറയുന്നതിന് പകരം ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് സൗമ്യമായിട്ട് പറയാൻ നിങ്ങൾക്കറിയില്ല. തേർഡ് പാർട്ടിക്ക് അതറിയാം. അപ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും, തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു ഫീലിംഗ് ഉണ്ട്, തേർഡ് പാർട്ടിയാണ് ഈ പേഴ്സണ് ബെസ്റ്റ് എന്ന്. കാരണം നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് തേർഡ് പാർട്ടി. ഈ പേഴ്സണുമായിട്ട് വളരെ സഹകരണത്തോടു കൂടിയാണ് തേർഡ് പാർട്ടി പോകുന്നത്. അപ്പോൾ ഈ തേർഡ് പാർട്ടി ഈ പേഴ്സണിൻ്റെ ഒരു ഹോപ്പ് ആൻഡ് ഡിസയർ ആണ്. ഇങ്ങനത്തെ ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ പക്ഷേ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ അത് അങ്ങനൊരു സിറ്റുവേഷനിലേക്ക് പോയി. അവരെ ഒരിക്കലും ഇൻറ്റൻറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയെ വിവാഹം കഴിക്കാൻ. പക്ഷെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ വിവാഹം കഴിക്കാനായിട്ട് ഫോഴ്സ് ചെയ്യപ്പെട്ടു. ടോറസ്, അക്വാരിയസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ഇനി ഒരു റീകൺസിലിയേഷൻ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടും ഹാപ്പി അല്ലായിരുന്നു, തേർഡ് പാർട്ടിയായിട്ടും ഹാപ്പി അല്ലായിരുന്നു. തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സൺ പെർഫെക്റ്റ് ആണ് എനിക്ക് എന്നൊരു ചിന്തയുണ്ട്. പക്ഷേ തേർഡ് പാർട്ടിയായിട്ട് ഇപ്പോഴും ഈ പേഴ്സൺ ഹാപ്പി അല്ല. അപ്പോൾ ഈ പേഴ്സൺ ജനറലി കുറ്റങ്ങൾ മറ്റുള്ളവരുടെ മുതുകത്ത് ചാരിയിട്ട് മുങ്ങുന്ന എനർജിയാണ്. സ്വന്തം തെറ്റുകൾ ആക്സസ് കണ്ട എനിക്ക് തൊണ്ട കുരുങ്ങി പെട്ടെന്നതായി സ്റ്റക്കായി. തേർഡ് പാർട്ടി അല്ല, എപ്പോഴും ചെയ്യുന്ന തെറ്റുകൾ അത് കറക്റ്റായിട്ട് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്തിട്ട് അത് നെഗറ്റീവ് റിസൾട്ട് കൊടുക്കുമ്പോൾ വേഗം മറ്റേയാളുടെ ഉത്തരവാദിത്തമാണ് അതെന്ന് പറഞ്ഞിട്ട് മുങ്ങുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഇനിയും നിങ്ങളും നിങ്ങളുടെ ഈ പേഴ്സണും തമ്മിൽ ഒരു റീകൺസിലിയേഷൻ പോസിബിൾ ആണോ? യെസ്, ഒരു പോസിബിൾ ആണ്. കാരണം ഈ പേഴ്സൺ നിങ്ങളെ അന്വേഷിച്ച് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ പേഴ്സൺ തേർഡ് പാർട്ടിയോടും ഹാപ്പി അല്ല. ഇതൊരു എംപററാണ്. ഈ പേഴ്സൺ ഇവിടെ എംപറർ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. എംപറർ ഏരീസ് സോഡിയാക് സൈൻ ആണത്. ഈ പേഴ്സൺ ഒരാളുമായിട്ടും ഹാപ്പി ആവില്ല, അങ്ങനത്തെ ഒരു എനർജിയാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വന്നാൽ ഈ പേഴ്സൺ വരിക, ഓക്കെ, വന്നാൽ സക്സസ്ഫുൾ ആകുമോ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്? യെസ് ആണ് പറയുന്നത്. അപ്പം നിങ്ങളാണ് കൂടുതലും, കുറച്ചുകൂടെ മറ്റ് എനർജീസിനേക്കാളും നിങ്ങളാണ് കൂടുതൽ ഈ പേഴ്സണോട് ക്ഷമയോടും സഹനശക്തിയോടും കൂടെ പെരുമാറുന്നത്. ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്ത് നെഗറ്റീവ് പറഞ്ഞാലും അവസാനം ഈ പേഴ്സൺ തിരിച്ചെത്തുന്നത് നിങ്ങളുടെ അടുത്തേക്കായിരിക്കും. ഇവിടെ ഏരീസും ലിയോവും സോഡിയാക് സൈനാണ് കാണിക്കുന്നത് കേട്ടോ. എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞാലും എവിടെയെല്ലാം പോയാലും ആരെ കല്യാണം കഴിച്ചാലും അത് ഡിവോഴ്സ് ചെയ്തിട്ട് അവസാനം നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഇതാണ് ഒന്നാമത്തെ റീഡിങ്. നമുക്കിനി രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ സോഡിയാക് സൈനൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് നമ്മളിനി പോകുന്നത്. രണ്ടാമത്തെ റീഡിങ്. ആദ്യം നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഇത് വേറൊരു തരം ഓറക്കിളാണ്, ജിപ്സി ഓറക്കിൾസ് ആണ്, കാർഡ്സ് ആണിത്. ഇത് ജിപ്സികൾ, നാടോടികൾ യൂസ് ചെയ്തിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഡെപ്ത് ഉള്ളതാണെന്ന് പറയാം. കാർഡ്സ് ആണ്, ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. നമുക്ക് നോക്കാം
രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ സിറ്റുവേഷനെ കുറിച്ച്? രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർ ഈ സിറ്റുവേഷനെ കുറിച്ച് എന്തൊക്കെയാണ് അറിയേണ്ടത്? ഭഗവാനെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർ ഈ സിറ്റുവേഷനെ കുറിച്ച് എന്താണ് അറിയേണ്ടത്? ജോയ്ഫുൾനെസ്, ഹാപ്പിനെസ്. പിന്നെ ഇതെല്ലാം 3 പേരാണ്. നോക്ക്, എല്ലാത്തിലും 3 പേരാണ്. പ്ലഷർ സീക്കേഴ്സ്. അപ്പോൾ ഇവിടെ ജനറലി ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനാണിത്. എപ്പോഴും നിങ്ങളും നിങ്ങളുടെ പേഴ്സണും വേറൊരാളും എപ്പോഴും ഉണ്ടാവും. നിങ്ങളുടെ പേഴ്സൺ ഒരാളിൽ ഹാപ്പി ആവുന്ന എനർജി അല്ല എന്നാണ് പറയുന്നത്. ഈ പേഴ്സൺ എപ്പോഴും ഒന്നിൽ കൂടുതൽ ആളുകൾ വേണം, അങ്ങനത്തെ ഒരാളാണ്. പിന്നെ ഒരു പ്ലഷർ സീക്കറാണ്. പ്ലഷർ സീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്താ പറയുക, ഭയങ്കര സെൽഫിഷായ എനർജിയാണ് പ്ലഷർ സീക്കേഴ്സ്. പൊതുവെ സ്വാർത്ഥരാണ്. അവരവരുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെ കൂടെ നിൽക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഭഗവാനെ. അപ്പോൾ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് എന്ത് സ്പിരിച്വൽ ഓറക്കിൾ മെസ്സേജ് ആണ് അങ്ങ് തരാൻ ആഗ്രഹിക്കുന്നത്? ഭഗവാനെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് എന്ത് സ്പിരിച്വൽ മെസ്സേജ് ആണ് അങ്ങ് തരാൻ ആഗ്രഹിക്കുന്നത്? ഭഗവാനെ, ഭഗവാനെ. ഭഗവാനെ, ഒരു കാർഡ് വന്നിട്ടുണ്ട്, പ്യൂരിഫൈ ത്രൂ യുവർ ത്രോട്ട് ചക്ര. വേറെ കാർഡ്സ് ഒന്നും വരുന്നില്ല. ഒന്നും കൂടെ ഷഫിൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു അഡിക്ഷൻ കാണിക്കുന്നുണ്ട്. അഡിക്ഷൻ, ഒബ്സഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ഒരൊറ്റ ബുദ്ധിയായിരിക്കും. ഒരു കാര്യത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ്, അതിലാണ് നമ്മളുടെ ജ്വരം മുഴുവൻ. നമുക്ക് വേറൊരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വേറൊരു കാര്യത്തിലും ശ്രദ്ധ പോകുന്നില്ല. അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു സിറ്റുവേഷനിൽ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ട് ഇൻവോൾവ് ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പം നമ്മൾ ചുറ്റുമുള്ളവരോട്, തെറ്റുകളൊന്നും ചെയ്യാത്ത ആളുകളോട് നമ്മൾ ഭയങ്കരമായിട്ടുള്ള ദേഷ്യപ്പെടുകയും ഒച്ചയെടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതാണ് സൂക്ഷിക്കണം എന്ന് പറയുന്ന യൂണിവേഴ്സ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വളരെ സക്സസ്ഫുൾ ആയ ഒരു എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ വളരെ സക്സസ്ഫുൾ ആയ എനർജിയാണ്. പക്ഷെ ഇവിടെ സിംഗിൾ എനർജിയാണ്. അപ്പോൾ ഡിവോഴ്സ് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡ് മരിച്ച ഒരു സ്ത്രീയാണിത്, അല്ലെങ്കിൽ ഇത് മെയിലാണ്. പക്ഷെ ഫീമെയിൽ എനർജിയുള്ള ഒരു മെയിലായിട്ടാണ് കാണിക്കുന്നത്. ഇഷ്ടംപോലെ പണമുള്ള, ജോലി ഉണ്ടായിരുന്ന പക്ഷെ ഇപ്പോൾ ജോലി വേണ്ടാന്ന് വെച്ചിരിക്കുന്ന, ജോലി ഇല്ലെങ്കിലും ഇഷ്ടംപോലെ സമ്പാദ്യമുള്ള ഒരു എനർജിയാണത്. ഒരു എംപറസിന് തുല്യമായ ഒരു എനർജിയാണത്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. അത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. ക്ലാരിഫിക്കേഷൻ എന്താണ് വരുന്നതെന്ന് നോക്കാം. ഇത് എന്താണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി ഇങ്ങനെ കാണിക്കുന്നത്? ചില സമയത്ത് നമുക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളുടെ ജീവിതത്തിൽ. അപ്പോൾ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നമുക്ക് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വിവാഹമൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കില്ല. മനസ്സിലായി? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം നമുക്ക് പൈസ ഇഷ്ടം പോലെ ഉണ്ട്, നമ്മളുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടാവും. ഇത് അങ്ങനത്തെ ഒരു എനർജി, വളരെ ഇൻഡിപെൻഡൻ്റ് ആയ സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാൻ കഴിവുള്ള ഒരു എനർജിയാണിത്. ഇവിടെ മാരേജ് കാർഡും 4 ഓഫ് വോൺസും കാണിക്കുന്നുണ്ട്, ഒരു ഡെവൽ എനർജിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ ആരോടോ അൺമാരീഡ് ആണ് ഇവർ, പക്ഷേ ഇവർ സ്ട്രോങ് ആയിട്ട് ഒബ്സസീവായിട്ട് ഒരു മാരീഡായ പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പിലാവാം. അതല്ലെങ്കിൽ ഒരു മാരീഡായ പേഴ്സണായിട്ട് ഇവർ ഒരു കല്യാണത്തിന്, ഒരു കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എനർജി ആയിരിക്കാം. ഇവിടെ കാപ്രിക്കോൺ ആണ് കാണിക്കുന്നത്. ഈ എനർജി, ഈ നിങ്ങളുടെ പേഴ്സണൽ എനർജി ചിലപ്പോൾ ഡിവോഴ്സി ആയിരിക്കാം, നിങ്ങളുമായിട്ട് ഡിവോഴ്സ് ചെയ്ത ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് താമസിക്കുന്ന ഒരു എനർജി ആയിരിക്കാം കേട്ടോ. കാപ്രിക്കോൺ ആണ് ഇവിടെ കാണിക്കുന്നത്.
എന്തായാലും ഒരു കമ്മിറ്റഡ് എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്, ഒരു സെലിബ്രേഷൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈ കാപ്രിക്കോൺ ആയിട്ടാണ്. കാപ്രിക്കോൺ ഒരു ഡെവിൾ എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ഓൾറൈറ്റ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. 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 അങ്ങോട്ട് പിടിക്കുന്നില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാണ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ഒരാളുടെ ചിന്ത. ഓക്കെ, ചാലഞ്ച്, ഡിഫെൻഡ് ചെയ്യുകയാണ്, ഹാപ്പിനെസ് ആണ്, പക്ഷേ കൊളാബറേഷൻ ഇല്ല. അപ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഇവിടെ ലിയോ സോഡിയാക് സൈൻ കാണിക്കുന്നുണ്ട്. ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ ആണിത്. ഭയങ്കര ചാലഞ്ചിങ് ആണ്, പക്ഷേ ഒരു വിട്ടുകൊടുക്കുന്നില്ല നിങ്ങളുടെ പേഴ്സൺ. അപ്പം ഹാപ്പിയാണ്. ഇവിടെ ഒരു ഫൈറ്റിംഗ്, ഒരു അഡ്വെഞ്ചർ പോലെയാണ് റിലേഷൻഷിപ്പ്. കാരണം ഈ പേഴ്സൺ ഓൾറെഡി കമ്മിറ്റഡ് ആണ് തേർഡ് പാർട്ടി. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് അവർ ഒരു ഡിസ്റ്റൻസിലാണെന്ന്. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവർ തമ്മിൽ ഹാപ്പിനെസ് ഉണ്ട്. അതല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ പേഴ്സൺ ഇവിടെ ഉണ്ട്. ലിയോ സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ വൈഫോ ഹസ്ബൻഡോ ലിയോ ആയിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ അത്ര ഹാപ്പി അല്ല, ഒരു ഓർഗനൈസ്ഡ് അല്ല. ഇവർ തമ്മിൽ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. കണ്ണിങ് ആണ്. അപ്പോൾ നിങ്ങളുടെ തേർഡ് പാർട്ടി ശരിക്കും അവരുടെ പേഴ്സണെ അവരറിയാതെ ചീറ്റ് ചെയ്യാണ്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ട് അവരുടെ പേഴ്സണ് തേർഡ് പാർട്ടി ചീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ തേർഡ് പാർട്ടിക്ക് ചീറ്റിംഗ് മൈൽഡ് ആയിട്ടുള്ള ചീറ്റിംഗ് ആണ്. ഒരു വിവാഹത്തിലേക്ക് പോകാനുള്ള ആഗ്രഹം നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് ഇല്ല. കാരണം എന്ന് വെച്ചാൽ തേർഡ് പാർട്ടി ഫിനാൻഷ്യലി ചിലപ്പോൾ അവരുടെ പേഴ്സണുമായിട്ട് കമ്മിറ്റഡ് ആയിരിക്കാം. മനസ്സിലായോ? അപ്പോൾ ഫൈറ്റിംഗ് നടക്കുന്നുണ്ട്. ഈ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഫൈറ്റിംഗ് നടക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയുടെ പേഴ്സണുമായിട്ട് ഫൈറ്റിംഗ് നടക്കുന്നുണ്ട്. അവരിത് അറിഞ്ഞപ്പോൾ തേർഡ് പാർട്ടിയുടെ പേഴ്സണും തമ്മിൽ നല്ല അടിയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഹാപ്പി ആണെങ്കിലും അവിടെ ഒരു ഹാർമണി ഇല്ല, സന്തോഷം കുറയുന്നുണ്ട് ഈ അടി കാരണം, ബഹളം കാരണം. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സണെ വിവാഹം കഴിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ തേർഡ് പാർട്ടിക്ക് അതിനുള്ള പോസിബിലിറ്റി കുറവാണ്. അവരുടെ പേഴ്സൺ അറിയാതെയാണ് ഈ റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര സ്ട്രെസ് ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ. ഹാപ്പിനെസ് ഉണ്ട്, ഇല്ലെന്നല്ല. ഹാപ്പിനെസ്സിൽ ഈ നല്ല തെളിഞ്ഞ ആകാശത്ത് കാർമേഘം വന്ന് മൂടുന്ന പോലെയാണ് ഇവരുടെ റിലേഷൻഷിപ്പ്. നല്ല തെളിഞ്ഞ ഒരു റിലേഷൻഷിപ്പാണ് ഇവർ തമ്മിൽ, നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിൽ. പക്ഷേ അവിടെ തേർഡ് പാർട്ടിയുടെ പേഴ്സൺ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ സന്തോഷത്തിന് കോട്ടം തട്ടുന്നുണ്ട്. മനസ്സിലായോ? എപ്പോഴും വഴക്കുണ്ടാവുന്നുണ്ട് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ. അത് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ ഒരു വിവാഹത്തിലേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട്. നിങ്ങളുടെ പേഴ്സൺ വിവാഹം കഴിക്കണമെന്നുള്ള നിർബന്ധമുള്ളൊരു എനർജി പോലെ ലിയോ ഉണ്ട് ഇവിടെ. സ്ട്രോങ് ആണ് ലിയോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് എന്താണെന്നാണ് ഞാൻ ചോദിക്കാൻ പോയപ്പോഴാണ് കാർഡ് വീണത്. രണ്ട് കാർഡ് എടുത്തേക്കാം. ഇതൊരെണ്ണം എക്സ്ട്രാ വന്നതാണ്. അപ്പോൾ ഒരു സ്റ്റാർ കാർഡ്, ഹോപ്പ് ആൻഡ് ഡിസയർ ആണിത്. നിങ്ങളോടുള്ള ഫീലിംഗ്, നിങ്ങളുടെ പേഴ്സൺ വളരെ ഹോപ്പ്ഫുൾ ആയിട്ടാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തുടങ്ങിയത്. പക്ഷെ കമ്മ്യൂണിക്കേഷൻ ശരിയായിരുന്നില്ല. ഒരു മെൻ്റൽ ക്ലാരിറ്റി നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു മെൻ്റൽ ക്ലാരിറ്റി ഇല്ല. മനസ്സിലായോ? മേ ബി നിങ്ങൾ തമ്മിലൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഇല്ലായിരിക്കാം. നിങ്ങൾ വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സണുമായിട്ട് പെരുമാറിയത്. നിങ്ങളുടെ ജോലി തിരക്ക് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം അങ്ങനെയായിരിക്കാം. നിങ്ങൾ അങ്ങനെ സ്നേഹം പുറത്ത് കാണിക്കാത്ത, മറ്റുള്ളവർ സ്വന്തം കാര്യം നോക്കി നടക്കുന്ന ഒരു എനർജി ആയിരിക്കാം നിങ്ങൾ. അപ്പോൾ പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അത് പോരായിരുന്നു. അപ്പോൾ വളരെ ആഗ്രഹത്തോടെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് വന്ന ആൾ പെട്ടെന്ന്
ഒരു എത്തും പിടിയും കിട്ടണില്ല നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്താ നടക്കുന്നത്, നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇഷ്ടമാണോ, നിങ്ങൾ വെറുതെ അഡ്ജസ്റ്റ് ചെയ്തതാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഒരു മെൻ്റൽ ക്ലാരിറ്റി ഇല്ലാതിരുന്നത് കൊണ്ട് എന്ത് പൊട്ടിയോടെ ഇല്ലാതിരുന്നത് കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ അതിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പേഴ്സണ് ഒരു റൊമാൻറ്റിക് ആയ ഒരു പേഴ്സണാണ്, ഭയങ്കരമായിട്ടുള്ള ഹാപ്പിനെസ് വേണം, റൊമാൻസ് വേണം, അങ്ങനത്തെ ഒരു എനർജി. പക്ഷെ നിങ്ങൾക്ക് അത് കൊടുക്കാനുള്ള സമയമില്ലായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു എത്തുമ്പടി ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് പോയതെന്നാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ ഇമോഷണൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ അതുകൊണ്ടാണ് ഒരു തേർഡ് പാർട്ടി കണക്ഷനിലേക്ക് പോയതെന്നാണ് കാണിക്കുന്നത്. അതവർ എക്സ്ക്യൂസായിട്ട് പറയല്ല, നിങ്ങളായിട്ട് അവർക്ക് ഒരു മെൻ്റൽ അറ്റാച്ച്മെൻറ്റ്, ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവർക്ക് നഷ്ടബോധമുണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പോയതിൽ. പക്ഷേ പിന്നെ അതുപോലെ നിങ്ങൾ ഭയങ്കര പൈസയുള്ള ഒരു എനർജിയാണ്. നിങ്ങൾ ഇപ്പോൾ ഈ പേഴ്സൺ വിചാരിച്ചു ചിലപ്പോൾ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ പേഴ്സൺ കുറഞ്ഞ ഒരു എനർജി ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. നിങ്ങൾ ഭയങ്കര പൈസയുള്ള ഒരു ഫാമിലിയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന നിങ്ങളുടെ ഈ പേഴ്സൺ അത്ര പോരാ എന്ന് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുകാർക്കോ നിങ്ങൾക്കോ ഒക്കെ തോന്നിയിട്ടുണ്ട് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. നിങ്ങൾ വളരെ ധനികനോ ആയിരുന്നപ്പോൾ, വിവാഹം നടന്നപ്പോൾ നിങ്ങൾ ഇവർക്കൊരു വിലയും കൊടുത്തില്ല എന്ന് മനസ്സിലാവണ്ടോ. എന്നുവെച്ചാൽ വലിയ പൈസക്കാരുടെ വീട്ടിലേക്ക് ഒരു മിഡിൽ ക്ലാസ് ഒരാൾ ഇതിലേക്ക് കല്യാണം കഴിച്ച് പോകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടും. അപ്പോൾ അവർ കല്യാണം കഴിച്ച് പോകുന്ന ആളാണ് അവർക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടത്. അത് ഇവിടെ കിട്ടിയില്ല, മനസ്സിലായി. ഇപ്പോൾ ഇവർ ആകെ കൂടെ ഒരു എത്തും പിടിയില്ലാത്തൊരു സിറ്റുവേഷനായി. ഇവർക്ക് കോംപ്ലക്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും, അയ്യോ ഞാനിത് വന്ന് പെട്ടത് എവിടെയാണെന്നൊരു സിറ്റുവേഷൻ. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടാണ് തേർഡ് പാർട്ടി നിങ്ങളോടുള്ള ഫീലിങ്സ്. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ വേറൊരാളെ അന്വേഷിച്ച് പോകേണ്ടി വന്നത് എന്നാണ് പറയുന്നത്, മനസ്സിലായോ. അപ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു സപ്പോർട്ടിനൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ പുറത്തേക്ക് പോയെന്നാണ് പറയുന്നത്. റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഫോഴ്സ് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ആദ്യമൊക്കെ ഇവർ നിങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റാനായിട്ട് കുറേ ട്രൈ ചെയ്തു. പക്ഷെ നിങ്ങൾ അപ്പോൾ ഇവർക്കൊരു വിലയും കൊടുത്തില്ല എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിയോടുള്ള ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ പേഴ്സൺ വിവാഹം കഴിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് കണ്ടത്. മാരേജ് ആണ് ഇവർക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ കാരണം തേർഡ് പാർട്ടി കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇവർ സംസാരിക്കുമ്പോൾ ഒക്കെ മുഴുവനും ശ്രദ്ധയോടെ ഇരുന്ന് കേൾക്കുകയും ഇവരെ അഡ്വൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളാണ് തേർഡ് പാർട്ടി. അപ്പോൾ ഇവർക്ക് പെട്ടെന്നാണ് ഒരു ആക്സെപ്റ്റൻസ്. ഈ തേർഡ് പാർട്ടി ഇവരെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട്, മനസ്സിലായി. ഇവർ എന്താണോ അത് തേർഡ് പാർട്ടി ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് വേണ്ടുന്ന സപ്പോർട്ടും സഹായങ്ങളൊക്കെ തേർഡ് പാർട്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടൊരു വിവാഹം ആഗ്രഹിക്കുന്നുണ്ട്. 10 of Pentacles ആണ് ആഗ്രഹിക്കുന്നത്, ഒരു പവർ. അപ്പോൾ ഇവര് എന്താ പറയുക, ഇവരങ്ങനെ അത്ര കുറഞ്ഞ ആളൊന്നും അല്ല നിങ്ങളുടെ പേഴ്സൺ. പക്ഷെ ആ വില നിങ്ങൾ കൊടുത്തില്ല. നിങ്ങൾക്ക് ഈഗോ കൂടുതലായതുകൊണ്ടായിരിക്കും, അറിയില്ല. എന്തായാലും തേർഡ് പാർട്ടിയായിട്ട് നിങ്ങളുടെ പേഴ്സണിന്റെ ഉദ്ദേശം 10 of Pentacles ആണ്. എല്ലാ തരത്തിലുമുള്ള സക്സസ്ഫുള്ളി മാരീഡ് ലൈഫ്. അപ്പോൾ അവര് ശരിക്കും പറഞ്ഞാൽ ഈ തേർഡ് പാർട്ടിയുടെ പേഴ്സണ് ഒരു കോമ്പറ്റീഷൻ ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ചെന്ന് കയറിയിരിക്കുന്നത്, പണിയാവും. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവർ ഡിസ്കണക്ട് ചെയ്യില്ല. അവർ വളരെ പ്ലാനിങ്, വളരെ സ്ട്രാറ്റജിക് ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ പെരുമാറുന്നത് തേർഡ് പാർട്ടിയോട്. കാരണം അവർക്ക് ഉദ്ദേശങ്ങളുണ്ട് തേർഡ് പാർട്ടിയെ വെച്ചിട്ട്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു റീകൺസിലിയേഷൻ പോസിബിൾ ആണോ? നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഒരു റീകൺസിലിയേഷൻ? പോസിബിൾ ആണോ എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം. മേ ബി ചിലപ്പോഴാണ്. കാരണം ഇവിടെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മുഖം തിരിച്ചിരിക്കുകയാണ്. കാരണം നിങ്ങളോടൊരു വൈരാഗ്യം ഉണ്ടാവാം, ദേഷ്യം ഉണ്ടാവാം, ചിലപ്പോൾ അവർക്ക് സ്നേഹം ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം ഓൺ ദ വേ. കാരണം നിങ്ങൾ അവരെ ഇഗ്നോർ ചെയ്തു. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ പോസിബിൾ ആകും എന്നാണ് പറയുന്നത്. കംപ്ലീറ്റ് ആയിട്ട് പറയുന്നില്ല, മേ ബി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് സക്സസ്ഫുൾ, അവർ വരികയാണെങ്കിൽ സക്സസ്ഫുൾ ആകുമോ? യെസ്, അവർ വരികയാണെങ്കിൽ, വരുമെന്ന് ഷുവർ അല്ല. ചിലപ്പോൾ അവർ വരാം, അല്ലെങ്കിൽ വരാതിരിക്കാം. കാരണം ഇവിടെ തേർഡ് പാർട്ടി ഇവരെ അവരുടെ പേഴ്സണെ വിട്ടിട്ട് നിങ്ങളുടെ പേഴ്സണെ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർ തമ്മിൽ ഒരു മാരേജ് നടക്കുകയാണെങ്കിൽ അവർ തിരിച്ചു വരില്ല. അതല്ല, അവിടെ പോസിബിലിറ്റി ഇല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും. ആ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുതിയ ബിഗിനിങ്സ് തുടങ്ങും. നിങ്ങൾ അവരോട് ക്ഷമിക്കുകയും ചെയ്യും നിങ്ങളുമായി. കാരണം നിങ്ങൾ ഒബ്സെസ്ഡ് ആണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട്, മനസ്സിലായോ? അപ്പോൾ
രണ്ടാമതൊരു തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുമെന്നാണ് യൂണിവേഴ്സ് പറഞ്ഞത്. സക്സസ്ഫുൾ ആകും കേട്ടോ. അക്വേറിയസ് ഏരീസ്, വെർഗോ പൈസീസ്, ടോറസ് ലിയോ അക്വേറിയസ് സ്കോർപിയോ ലീബ്ര, ഏരീസ്, Aquarius, Leo, Capricorn, Leo, അത്രയുമാണ് സോഡിയാക് സൈൻസ് നമ്മളിവിടെ കണ്ടത്. ഇനി നമ്മൾ മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്. ആദ്യം നമ്മൾ ഈ ഓറക്കിൾ മെസ്സേജ് നോക്കാം. എന്താണ് ഇവിടുത്തെ സിറ്റുവേഷൻ? ഇത് കുറച്ചും കൂടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാർഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ആരാണ് ഉത്തരവാദി? നെയ്ബറാണോ, സ്വന്തം ഫ്രണ്ട് ആണോ, അതോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണ് കാണിക്കുക. നോക്കാം നമുക്ക്. ഓക്കെ, എന്തോ റൂമറാണ്, മെസ്സഞ്ചറാണ്. നിങ്ങൾക്കൊരു മെസ്സേജ് വരാൻ പോകുന്നുണ്ട്. ആരോ നിങ്ങളെക്കുറിച്ച്, നിങ്ങൾക്ക് എന്തോ ഒരു കൊറിയർ വരാൻ പോകുന്നുണ്ട്, നിങ്ങൾക്കൊരു ഗിഫ്റ്റ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കൊറിയർ പ്രതീക്ഷിക്കാം, ഒരു ഗിഫ്റ്റ് വരുന്നുണ്ട് ആരുടെ അടുത്തുനിന്നോ നിങ്ങൾക്ക് കേട്ടോ. സ്പിരിച്വൽ ആയിട്ടുള്ള നോക്കുമ്പോൾ ഭഗവാനെ, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് എന്ത് സ്പിരിച്വൽ മെസ്സേജാണ് അങ്ങ് കൊടുക്കുന്നത് ഭഗവാനെ? മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് എന്ത് സ്പിരിച്വൽ മെസ്സേജാണ് അങ്ങ് കൊടുക്കുന്നത് ഭഗവാനെ? പുതിയത് സീസ് ദി ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു. നോക്കട്ടെ, അത് പക്ഷെ വന്നില്ല. അതിങ്ങനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ കണ്ടതാണ്. നമുക്ക് നോക്കാം. ഭഗവാൻ അത് കൃത്യമായിട്ടുള്ള മെസ്സേജ് തരും ഭഗവാനെ. കാണാനുള്ളതാണെന്ന് തോന്നുന്നത്. ഓക്കെ, ഞാൻ പറയാം എന്തൊക്കെയാണെന്ന്. ഒരു കാർഡ് ബീയിങ് പൊളൈറ്റ്, വളരെ സൗമ്യമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കണമെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തത് നമ്മളുടെ ഈഗോ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഈഗോ ഉണ്ട്, അപ്പോൾ ഈഗോ നശിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തത് എംബ്രേസ് ലൈറ്റ് ആൻഡ് സൗണ്ട്, ഓപ്പൺ ടു ഡിവൈൻ ഗൈഡൻസ്. അപ്പം നിങ്ങൾ ഭയങ്കര ഈഗോ ആയിട്ട് ഈ എന്താ പറയുക, ഓക്കെ. അപ്പോൾ ചില സമയത്ത് നമ്മളാണ് എല്ലാം ചെയ്യുന്നതെന്നൊരു ചിന്ത നമുക്ക് വരും. പക്ഷേ എല്ലാം നമ്മളിലൂടെ ആരോ ചെയ്യിക്കുന്നതാണെന്നുള്ളൊരു ബോധം വരണമെന്നാണ് പറയുന്നത്. അതാണിത്. മൂന്നാമത്തത് ഡീടോക്സിഫിക്കേഷൻ. അപ്പം നിങ്ങൾ വളരെ ടോക്സിക്കായ ഒരു സിറ്റുവേഷനിലാണെന്ന് പറയുന്ന ഒരു ടോക്സിക്കായ എനർജിയാണെന്നാണ് പറയുന്നത്. അപ്പം ഡീടോക്സിഫൈ ചെയ്യണം. അതിന് നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ, അപ്പം നിങ്ങൾ വളരെ നിഷ്കളങ്കതയുള്ള ഒരു എനർജിയാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുള്ളത്. ഇത്രയും കാര്യങ്ങൾ ദൈവം പറയുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഡീടോക്സിഫിക്കേഷൻ എല്ലാം പറയുന്നുണ്ട്. പക്ഷെ അതേസമയം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടെന്നും പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് വഴിക്കാണ് പോകുന്നത്, ആ വഴിക്കുണ്ടായിരുന്ന വിഘ്നങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. പുതിയൊരു തുടക്കം ആകാം എന്നും പറയുന്നുണ്ട്. നല്ലതാണ്. അപ്പോൾ മജീഷ്യനാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി. മജീഷ്യൻ എന്ന് പറഞ്ഞാൽ കൺകെട്ട് വിദ്യക്കാരൻ. ഈ പേഴ്സൺ പറയുന്നതെല്ലാം സത്യമാവണം എന്നില്ല. ഈ പേഴ്സൺ ആൾക്കാരെ പറ്റിക്കുന്ന ഒരു എനർജി ആവാനും വഴിയുണ്ട്. ഈ പേഴ്സൺ ചിലപ്പോൾ കോൺ ആർട്ടിസ്റ്റ് ആയിരിക്കാം, വല്ല സ്കാമിലൊക്കെ പെട്ട ഒരാളായിരിക്കാം കേട്ടോ. സ്ത്രീ ആയാലും പുരുഷനായാലും. ജെമിനായി സോഡിയാക് സൈൻ ആണിത്. കള്ളത്തരം പറയുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ഇവിടെ. മജീഷ്യനാണ്, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറയും, ആൾക്കാരെ പറ്റിക്കും. അങ്ങനത്തെ ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം. അസാൻ, അപ്പോൾ ഓക്കെ, ഇതിനെ ക്ലാരിഫൈ ചെയ്യുന്നത്
മദർ ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്, വളരെ ഡയറക്റ്റ് എനർജിയാണ്, മുഖത്ത് നോക്കി കാര്യം പറയും. അതുപോലെ തന്നെ കള്ളത്തരങ്ങൾ പെട്ടെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കുന്ന ഒരു എനർജിയും കൂടിയാണ്. പക്ഷെ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഈ തേർഡ് പാർട്ടിക്കാണോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പം ഏത് സിറ്റുവേഷനിലാണ് അവർക്ക് ഈ പേഴ്സണെ ഡൗട്ട് ഉണ്ട്, ഈ പേഴ്സണിൻ്റെ കള്ളത്തരങ്ങൾ, നിങ്ങളുടെ പേഴ്സൻ്റെ കള്ളത്തരങ്ങൾ മറ്റാർക്കും മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, അവരിപ്പോഴും ക്ലാരിറ്റി കിട്ടിയിട്ടില്ല, അവർ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാനാണ്. ഈ പേഴ്സൺ എന്തോ കള്ളത്തരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊരു അറിവ് ആർക്കോ കിട്ടിയിട്ടുണ്ട്. അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ അതവർക്ക് പ്രൂഫ് കിട്ടിയിട്ടില്ല, അതാണ് അവർ വെയിറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, അതാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ സിറ്റുവേഷൻ. ചിലപ്പോൾ പേഴ്സൺ ആരെങ്കിലും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ടാവാം നിങ്ങളുടെ പേഴ്സണെ. എന്തായാലും നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇന്നത്തെ കാലത്ത് നമ്മൾ തേർഡ് പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ സൂക്ഷിക്കണം. നമ്മൾ ഒരു പരിചയമില്ല, ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ടവർ, ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടവർ, പലരും നമ്മളെ ട്രാപ്പ് ചെയ്യുന്നത്. പലരും എൻ്റെ അടുത്ത് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, മറ്റുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ കൂടെ പരിചയപ്പെട്ട ഒരാൾ ഇത്ര രൂപ തരാമെന്നൊക്കെ. അതൊക്കെ സ്കാം ആണെന്ന് മനസ്സിലാക്കാനുള്ള അറിവില്ലാതെ അതിനകത്ത് ചെന്ന് കയറി ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട പലരെക്കുറിച്ചും കേട്ടിട്ടുണ്ട് ഞാൻ. അതിപ്പോൾ സ്ഥിരമായിട്ട് നമുക്ക് വോയിസ് മെസ്സേജസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് പോലീസിൻ്റെ അടുത്ത് നിന്നൊക്കെ, അല്ലേ? അപ്പം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ആരാണോ നമ്മളുടെ ഒരു പരിചയമില്ലാത്ത ഒരാൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാൻ നോക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എല്ലാവരും നല്ലതവരാവണം, നല്ല ഉദ്ദേശമുള്ളവരാവണം എന്ന് ഇല്ല. നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ വല്ല അക്കടിയും പറ്റിയോ, അതോ നിങ്ങളുടെ പേഴ്സൺ അങ്ങനത്തെ ഒരാളാണോ? മറ്റുള്ളവരെ പറഞ്ഞ് പറ്റിക്കുന്ന, മറ്റുള്ളവരിൽ നിന്ന് സാധനങ്ങൾ പിടുങ്ങുന്ന ആളാണോ? ഇത് അറിയില്ല. എന്തായാലും തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണോ, അപ്പോൾ തേർഡ് പാർട്ടിയുടെ എനർജിയും അങ്ങനെയാണെങ്കിൽ വേണ്ടാത്ത സ്ഥലത്താണ് പോയി പെട്ടേക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, മെന്റൽ ക്ലാരിറ്റി, അതാണ് കൺഫ്യൂഷൻ കാണിക്കുന്നുണ്ടോ? അതിൽ നിന്നാണ് മെന്റൽ ക്ലാരിറ്റിയുടെ കാര്യം പറയുന്നത്. മെന്റൽ ക്ലാരിറ്റി വേണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ടുള്ള അത്ര വലിയ ഹാപ്പി അല്ല, മനസ്സിലായോ? ഇപ്പോൾ സ്വന്തം കാര്യം നോക്കിയിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഇവിടെ എന്തോ അടി കിട്ടിയിട്ടുണ്ട് നല്ലതായിട്ട്. ഈ പേഴ്സൺ എന്താ പറയുക, ഈ പേഴ്സൺ ഒരു ബിസിനസ്സിൻ്റെ എന്തോ ഒരു ഇത് കൂടെ കാണും. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ട് എന്തോ ബിസിനസ് തുടങ്ങിയപ്പോൾ ഇവിടെ ഒരു സക്സസ് വന്നപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു വിജയം വരുമ്പോൾ നമുക്കൊരു പേര്, ഇന്ന ആളാണ് വിജയത്തിന് കാരണം, ഇന്ന ആളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചെന്നൊരു റെക്കഗ്നിഷൻ നിങ്ങളുടെ പേഴ്സണ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെതായ ഒരു വെയിറ്റിങ്ങിലാണ് നിങ്ങളുടെ പേഴ്സൺ. പക്ഷെ ഇതെങ്ങനെ ഈ കാര്യം ഒപ്പിച്ചെടുത്തു എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ കൂടെയുള്ളവർക്ക് സംശയമുണ്ട്. പൈസ ഇഷ്ടംപോലെ ഉണ്ടാക്കി, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് ഇഷ്ടംപോലെ സക്സസ്ഫുൾ ആയി, പക്ഷേ ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തു എന്നതിലൊരു സംശയമുണ്ട്. ഹാപ്പിനെസ് ഉണ്ട്, നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഹാപ്പിയാണ് തേർഡ് പാർട്ടി ആയിട്ടുള്ള സിറ്റുവേഷൻ. തേർഡ് പാർട്ടിക്കാണ് പ്രശ്നം നിങ്ങളുടെ പേഴ്സണുമായിട്ട്. തേർഡ് പാർട്ടി ഒരു സിംഗിൾ എനർജിയാണ് എന്ന് വെച്ചാൽ പ്രായമുള്ളതാണ്, പക്ഷെ ചിലപ്പോൾ ഡിവോഴ്സ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച് ഭാര്യ മരിച്ച് ആരോ ഒരു എനർജിയാണിത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇവരുമായിട്ടുള്ള കണക്ഷൻ നിർത്തണമെന്ന്, കാരണം പേഴ്സൺ ഉദ്ദേശിച്ച കാര്യം നടന്നു കഴിഞ്ഞു. അപ്പോൾ ഇവരുമായിട്ടുള്ള കണക്ഷൻ നിർത്തണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം നിങ്ങളുടെ പേഴ്സണ് കൊടുക്കണമല്ലോ, അത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ വലിയ ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് അവരത് പിടിച്ചു വെച്ചേക്കുന്നത്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു ട്രാൻസാക്ഷനിൽ എന്നാണ് കാണിക്കുന്നത്. ഇതെന്ത് ട്രാൻസാക്ഷൻ ആണെന്ന് അറിയില്ല. ഇത് ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, ഏരീസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ നോക്കുന്നുണ്ട് കേട്ടോ. കാരണം അവിടുത്തെ കാര്യം കഴിഞ്ഞു, ഇനി തിരിച്ചു വരാം എന്നൊരു, ഇത് ബിസിനസ് ട്രാൻസാക്ഷൻ ആയിരിക്കാനാണ് വഴി. ഇതൊരു തേർഡ് പാർട്ടി വേറൊരു കണക്ഷൻ ആവാൻ, എക്സ്ട്രാ മാരിറ്റൽ ആവാൻ ചാൻസ് കുറവാണെന്നാണ് കാണിക്കുന്നത്. എന്തായാലും ഒരു 2 of Wands ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു കാര്യം നിങ്ങളുടെ പേഴ്സൺ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഈ പേഴ്സൺ മോട്ടിവേറ്റഡ് അല്ല. നിങ്ങളിലേക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിനത്ര വലിയ എന്താ പറയുക, പെട്ടെന്ന് വരണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഈ പേഴ്സൺ ഒരു ഹോൾഡിൽ ഇടുകയാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സൺ ഒരു വില കൊടുത്തിട്ടുണ്ടാവില്ല, അറിയില്ല.
എന്തോ പണത്തിന്റെ കാര്യത്തിനോ ഈ പേഴ്സണ് ഒരു പൈസ ഉണ്ടാക്കാൻ അറിയാത്ത ആളാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇൻസൾട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഈ പേഴ്സൺ തിരിച്ചു വരുമ്പോൾ ഒരു രാജാവായിട്ട് വരണം, ഒരു രാജ്ഞിയായിട്ട് വരണം, ഇഷ്ടം പോലെ പണം, വലിയ കാറ്, ഇതിലൊക്കെ വന്ന് ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ കുറച്ചും കൂടെ സമയം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നിങ്ങളുടെ പേഴ്സൺ ഈ പെടാപ്പാടെല്ലാം പെട്ടത്? പോസിബിൾ ആണ്. മാരേജ് ആണ്, നിങ്ങളുമായിട്ട് മാരീഡ് ആണ്, നിങ്ങളുമായിട്ട് കമ്മിറ്റഡ് ആണ് ഈ പേഴ്സൺ കേട്ടോ. പക്ഷേ നിങ്ങളെ പറ്റിച്ചു. നിങ്ങൾ പോയപ്പോൾ നിങ്ങളോട് കാര്യങ്ങൾ സത്യമൊന്നും തുറന്ന് പറയുന്നില്ല ഈ പേഴ്സൺ. നിങ്ങളിൽ നിന്ന് കുറേ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടാണ് ഈ പേഴ്സൺ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പക്ഷെ നിങ്ങളുമായിട്ട് മാത്രമാണ് ഈ പേഴ്സൺ കമ്മിറ്റഡ് എന്നാണ് പറയുന്നത്. ലീബ്ര സോഡിയാക് സൈൻ ആണിത്. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിയോടുള്ള ഉദ്ദേശം എന്തായിരുന്നു? തേർഡ് പാർട്ടി ആയിട്ടുള്ള എന്തായിരുന്നു നിങ്ങളുടെ പേഴ്സൺ ഉദ്ദേശം? വളരെ സീക്രട്ടീവ് ആയിട്ടുള്ള ഉദ്ദേശം നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇവിടെ ചാരിയറ്റ് ഉണ്ട്. തേർഡ് പാർട്ടി വളരെ ബിസിനസ് മൈൻഡഡ് ഉള്ള ഒരാളാണ്. അപ്പൊ ഇവരുടെ കൂടെ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നേരായ വഴിക്കാവണം എന്നില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങളോട് നുണ പറഞ്ഞത്. നിങ്ങൾ അറിയാതെയാണ് ഈ പേഴ്സൺ ഇതിനകത്ത് പോയി പ്രവർത്തിച്ചതും. വളരെ സീക്രട്ടീവായ ഡാർക്ക് സിറ്റുവേഷൻ ആണത് കേട്ടോ. മിസ്റ്റീരിയസ് ആണ്, ഇതൊന്നും പറയില്ല നിങ്ങളോട്. പെട്ടെന്നാണ് പേഴ്സൺ പൈസ ഉണ്ടാക്കിയേക്കുന്നത് തേർഡ് പാർട്ടിയോട്. അപ്പൊ പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അറിയുന്നതാണ് തേർഡ് പാർട്ടി. അപ്പൊ എന്ത് തരം ബിസിനസ് ആണെന്ന് അറിയില്ല. എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ കുറച്ചും കൂടെ സമയം എടുക്കും. കാരണം ഈ പേഴ്സൺ ഇപ്പം നമ്മൾക്കൊരു ബിസിനസ് തുടങ്ങണമെന്നിരിക്കും, നമുക്ക് ഇഷ്ടംപോലെ പണം വേണം, പക്ഷെ അത് ബാക്കപ്പ് ചെയ്യാൻ ആരെങ്കിലും വേണം, ഇൻവെസ്റ്റ്മെന്റ്. അങ്ങനെ ഒരാളായിട്ടാണ് തേർഡ് പാർട്ടിയെ കണ്ടത് കേട്ടോ. അപ്പോൾ തേർഡ് പാർട്ടിയെ കണ്ടപ്പോൾ ഇപ്പോൾ ഫ്യൂച്ചർ ബിസിനസ് തുടങ്ങാനുള്ള ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇവരുടെ അടുത്ത് കിട്ടുമെന്നറിയാം. ഇവരുടെ അടുത്ത് ഇഷ്ടംപോലെ പൈസ ഉണ്ട്. അപ്പം ഇവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. പക്ഷെ ഇവരോട് പറഞ്ഞത് വേറെ, ഇവർക്ക് ചിലപ്പോൾ വാക്ക് കൊടുത്തത് വേറെ എന്തൊക്കെയോ ആണ്. അപ്പം ഇവരാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്. പക്ഷെ പേഴ്സൺ ക്ലിയർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇവരോട് പറഞ്ഞിട്ടുമില്ല. നേരത്തെ പരിചയമുള്ള ഒരു എനർജിയാണ്. ചിലപ്പോൾ ഇത് വല്ല ആൻറ്റിയോ അങ്ങനെ പരിചയത്തിൽ ആരോ ആണ് ഇവര് കേട്ടോ. ഒരു സ്ത്രീ എനർജി ആവാനാണ് വഴി. അവര് ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ടിട്ട്, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ബുക്കിൽ ഞാൻ വായിച്ചതാണ്. അവിടെ ഒരു ലോയറാണ് ഈ കഥ എഴുതിയേക്കുന്നത്. ഒരു സ്ത്രീ മധ്യവയസ്കയാണ്. അവരുടെ അടുത്ത് ഇഷ്ടംപോലെ പണമുണ്ട്. അവരുടെ ഭർത്താവ് മരിച്ചുപോയി. അപ്പോൾ ആ പേഴ്സൺ ഇവരുടെ പേരിൽ കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഇവർ പള്ളിയിൽ വെച്ച് എന്തോ ഒരു പള്ളിയിലെ അമ്പലത്തിൽ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരാളെ പരിചയപ്പെട്ടു. അയാളാണെങ്കിൽ പൈസ പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇവരോട് പറഞ്ഞു ഇത്രയോ ലക്ഷം ഉണ്ടാവും ഇവരുടെ അടുത്ത്, അത് തരുകയാണെങ്കിൽ ഞാൻ കൂടുതൽ പൈസയായിട്ട് തിരിച്ചു തരാം, പലിശ കൂടുതൽ കിട്ടുന്നൊക്കെ പറഞ്ഞ് അവരെ പ്രലോഭിപ്പിച്ച് ആ പൈസ മുഴുവൻ ഇയാൾ തട്ടിയെടുത്ത് ആദ്യമൊക്കെ കുറച്ചൊക്കെ പലിശ കറക്റ്റായിട്ട് കൊടുത്തു. പിന്നെ കൊടുക്കാതെ ആയി. പിന്നെ അവർ കേസിന് പോയി, അത് വിജയിച്ചു. അതാണ് ലോയർ എക്സാമ്പിളായിട്ട് പറയുന്നത്. അവരുടെ സ്റ്റോറിയാണ് പറയുന്നത് സ്ത്രീയുടെ. അപ്പം അതുപോലെ എന്തോ ഒരു സിറ്റുവേഷൻ ഇവരുടെ അടുത്ത് ഉണ്ടായിരുന്ന പൈസ മുഴുവനും നിങ്ങളുടെ പേഴ്സൺ യൂസ് ചെയ്യുക എന്തോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തോ ഒരു സിറ്റുവേഷനാണ്. ഇവിടെ ക്യാൻസർ, പൈസീസ്, ഇവിടെ പിന്നെയും ക്യാൻസറാണ് കാണിക്കുന്നത്. പിന്നെയും ക്യാൻസർ ഉണ്ട്. കുറേ പ്രാവശ്യം ക്യാൻസർ വന്നിട്ടുണ്ട്. ക്യാൻസർ സോഡിയാക് സൈൻ വന്നിട്ടുണ്ട്. ഇവിടെ അക്വേറിയസ്, ഇവിടെ ടോറസ്, ലീബ്ര. തേർഡ് പാർട്ടിയോടുള്ള ഉദ്ദേശം അവരുടെ പൈസ മാത്രമായിരുന്നു. കാരണം ഇതൊരു മെച്ചുവേർഡ് എനർജിയാണ്. ചിലപ്പോൾ കുട്ടികളൊക്കെ ഉള്ള ഒരു എനർജി ആയിരിക്കും. സ്ത്രീ ആയാലും പുരുഷനായാലും എന്തായാലും. നിങ്ങൾ തമ്മിലൊരു റീകൺസിലിയേഷൻ പോസിബിൾ ആണോ? ഇല്ല എന്നാണ് പറയുന്നത്. മേ ബി തിരിച്ചാണ് വന്നേക്കുന്നത്. ഇല്ല, പോസിബിൾ അല്ല. നിങ്ങളുടെ പേഴ്സൺ ക്ലാരിറ്റി കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങളായിട്ട് കമ്മിറ്റഡ് ആണ്. പക്ഷേ നിങ്ങളുമായിട്ടൊരു റീകൺസിലിയേഷൻ ഈ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷനാണ്. മേ ബി എന്ന കാർഡ് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് ചോയ്സ്, ഇഷ്ടംപോലെ ചോയ്സ് ഉണ്ട് ഈ പേഴ്സണ്. അതുപോലെ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു പേർപ്പസ് ഇല്ല, ഒരു മോട്ടിവേഷൻ ഇല്ല നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. എന്തായാലും ഈ പേഴ്സൺ വരികയാണെങ്കിൽ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. വരികയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നോ എന്ന് പറയുന്നില്ല ഇവിടെ. പക്ഷെ ഈ പേഴ്സൺ വന്നാൽ നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങൾ തമ്മിലുള്ള ഫ്യൂച്ചർ സക്സസ്ഫുൾ ആകുമോ എന്നും കൂടെ നമുക്ക് ചോദിക്കാം. തേർഡ് പാർട്ടിയും നിങ്ങളും തമ്മിലുള്ള ഫ്യൂച്ചർ സക്സസ്ഫുൾ ആകുമോ? വന്നാൽ യെസ്, സക്സസ്ഫുൾ ആകുമെന്നാണ് പറയുന്നത്. ആ പേഴ്സൺ നിറയെ പണവും കൊണ്ടാണ് വരാൻ പോകുന്നത് വരികയാണെങ്കിൽ. അപ്പോൾ ഫിനാൻഷ്യലിയും നല്ല സക്സസ്ഫുൾ ആകും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതോടെ ഞാൻ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോഡിയാക് സൈൻ എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി.
പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഭഗവാൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആരോഗ്യവും അനുഗ്രഹിച്ച് നൽകാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് കാണാം. ഞാൻ ഇംഗ്ലീഷ് റീഡിങ് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യില്ല കേട്ടോ, കാരണം അവിടെ എനിക്ക് അധികം ഇത് കിട്ടുന്നില്ല. അതുപോലെ എനിക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള എനർജി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഇംഗ്ലീഷ് റീഡിങ് നിർത്താൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇതിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് റീഡിങ് തുടങ്ങുകയാണെന്നത് കൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. ടേക്ക് കെയർ. എൻ്റെ റീഡിങ് റെഗുലറായിട്ട് കാണുന്നവരും പുതിയതായിട്ട് കാണുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി കേട്ടോ. ഞാൻ അങ്ങനെ പറയാറില്ല, ആരോട് സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും പറയാറില്ല. പക്ഷെ നിങ്ങളെല്ലാം അറിഞ്ഞ് ചെയ്യുന്നുണ്ട്. വളരെയധികം നന്ദിയുണ്ട്. ബൈ ബൈ. ടേക്ക് കെയർ.